സംസ്ഥാനത്തെ ഗതാഗത നിയമലംഘനം തടയുന്നതിൽ പരിമിതികൾ അറിയിച്ച് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംഘടനയുടെ കുറിപ്പ്. സേവ് കേരള പദ്ധതിയിലുള്ളത് 1/3 ഉദ്യോഗസ്ഥർ മാത്രം. വകുപ്പിൽ മതിയായി വണ്ടികളില്ല, ഡീസൽ അടിക്കാൻ ഫണ്ടില്ല. അങ്ങനെ ഒരുപാട് തടസ്സങ്ങൾ പ്രവർത്തനങ്ങൾ കൊണ്ട് 24 ബിഗ് ബ്രേക്കിംഗുമായി അജീഷ് ജയകുമാർ ചേരുന്നു. ഗുഡ് മോർണിംഗ് അജീഷ്, വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് എസ് കെ. എന്തായാലും 2018 സംസ്ഥാനത്ത് ഈ സേഫ് കേരള എന്ന് പറയുന്ന ഒരു പദ്ധതി സംസ്ഥാന സർക്കാർ ഗതാഗത വകുപ്പ് തുടങ്ങുന്നത്. ശബരിമലയിലെ സേഫ് ശബരിമല എന്നൊരു പദ്ധതി, അതായത് അവിടുത്തെ വാഹന അപകടങ്ങൾ കുറയ്ക്കാൻ മോട്ടോർ വാഹന വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയുടെ വിജയത്തിന് പിന്നോടിയായിട്ടായിരുന്നു ഇങ്ങനെ സേഫ് കേരള സംസ്ഥാനത്ത് ഉടനീളം 24 മണിക്കൂറും എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ ഒരു പദ്ധതി തുടങ്ങുന്നത്. അതായത് എല്ലാ റോഡരികിലും, അത് രാവിലെയും വൈകിട്ടും രാത്രിയും അടക്കം 24 മണിക്കൂറും മോട്ടോർ വാഹന വകുപ്പിന്റെ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയും അവർ റോഡുകളിൽ ഉണ്ടാവുകയും ചെയ്യും. പ്രത്യേകിച്ച് ബ്ലാക്ക് സ്പോട്ടുകളിലാണ് അവർ കൂടുതൽ അവരുടെ സാന്നിധ്യം. പക്ഷേ ഇതിന് വേണ്ട ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിച്ച് കൊടുത്തിട്ടില്ല എന്നാണ് ഇപ്പോൾ ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ കുറിപ്പിൽ പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഉദ്യോഗസ്ഥരുടെ ആവശ്യമുള്ള ഉദ്യോഗസ്ഥരുടെ 1/3 ഉദ്യോഗസ്ഥർ മാത്രമാണ് നിലവിൽ സേനയ്ക്കുള്ളത്. മാത്രമല്ല വാഹനങ്ങൾ പരിമിതമായ അളവിൽ മാത്രമാണ് ഉള്ളതാണെങ്കിൽ കൂടുതലും വൈദ്യുത വാഹനങ്ങളാണ്. ഈ വാഹനങ്ങൾ 10 മണിക്കൂറിലധികം ചാർജ് ചെയ്തതിനു ശേഷം മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള സമയങ്ങളിൽ എൻഫോഴ്സ്മെന്റിനായി ഉപയോഗിക്കുന്നത് കുറവാണ്. മാത്രമല്ല ഈ പല AI പ്രിന്റ് ചെയ്യുന്ന ഈ ചലാനുകളടക്കം ഈ പ്രിന്റ് ചെയ്യുകയും അതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കുന്നതും ഇതേ ഉദ്യോഗസ്ഥർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരുന്നത് ഓഫീസുകളിലാണ്. അങ്ങനെ എണ്ണിയാണ് ഈ ഉദ്യോഗസ്ഥർ പല അവരുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ പരിമിതികളും പറഞ്ഞുകൊണ്ടുവരുന്നത്. അതായത് ഈ ഗതാഗത വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ അവർക്ക് കഴിയുന്നില്ല. കാരണം ഇതിൽ പല പരിമിതികളും ഉണ്ട് എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതുകൊണ്ട് ഇത് പരിഹരിച്ചാൽ മാത്രമേ അപകടരഹിതമായിട്ടുള്ള ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ എന്നാണ് ഉദ്യോഗസ്ഥർ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. ഓക്കെ, താങ്ക് യു. എന്തായാലും ആവശ്യത്തിന് സൗകര്യങ്ങളും ഇൻഫ്രാസ്ട്രക്ചറും കൊടുക്കാതെ എങ്ങനെ റോഡിൽ പരിശോധന നടന്നില്ലെങ്കിൽ ആളുകൾ നിയമലംഘനങ്ങൾ തുറന്നുകൊണ്ടേയിരിക്കും എന്നുള്ളത് മറ്റൊരു കാര്യമാണ്.